ജന്മനാ ഗർഭപാത്രമില്ലാതിരിക്കുകയോ വികാസമില്ലാതിരിക്കുകയോ ചെയ്യുന്ന MRKH സിൻഡ്രോം എന്ന അപൂർവ ജനിതക വൈകല്യമാണ് 36-കാരിയായ ഗ്രേസ് ഡേവിഡ്സന്റെ ജീവിതത്തിൽ വില്ലനായത്. ചികിത്സകൾ പലതും പരാജയത്തിൽ അവസാനിച്ചപ്പോൾ അസാധ്യമായത് സാധ്യമാക്കാൻ ഗ്രേസിനെ സഹായിച്ചത് സഹോദരി ആമി പർഡിയാണ്. വെല്ലുവിളികളേറെയുണ്ടായിട്ടും തന്റെ ഗർഭപാത്രം സഹോദരിക്ക് ദാനം ചെയ്യാൻ സന്നദ്ധയായി ആമി. 2023 ഫെബ്രുവരിയിൽ 17 മണിക്കൂർ നീണ്ട അതിസങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ആമിയുടെ ഗർഭപാത്രം ഗ്രേസിലേക്ക് മാറ്റിവെച്ചു. ഓക്സ്ഫോർഡിലെ ചർച്ചിൽ ആശുപത്രിയിൽ 30 ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. മെഡിക്കൽ സംഘത്തിന് നേതൃത്വം വഹിച്ച പ്രൊഫസർ റിച്ചാർഡ് സ്മിത്ത് ശസ്ത്രക്രിയയുടെ ചെലവ് വഹിച്ചു. 2 വർഷത്തിനിപ്പുറം ആരോഗ്യവതിയായ പെൺകുഞ്ഞിന് ഗ്രേസ് ജന്മം നൽകി. IVF-ലൂടെയായിരുന്നു ഗർഭധാരണം. അവൾ വളർന്ന ഗർഭപാത്രത്തിന്റെ ദാതാവ് കൂടിയായ ആമിയുടെ പേരാണ് ഗ്രേസും ഭർത്താവ് ആംഗസും കുഞ്ഞിന് നൽകിയത്. ഫെബ്രുവരി 27-ന് പടിഞ്ഞാറൻ ലണ്ടനിലെ ക്വീൻ ഷാർലറ്റ് ആശുപത്രിയിൽ സിസേറിയനിലൂടെയാണ് കുഞ്ഞാമി ജനിച്ചത്. 2.5 കിലോയിലേറെ ഭാരമുണ്ടായിരുന്നു കുഞ്ഞിന്. അങ്ങനെ ഗർഭപാത്രം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ UK-യിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞായി ബേബി ആമി. ഒരു കുഞ്ഞുകൂടി വേണമെന്നാണ് ഗ്രേസിന്റെ ആഗ്രഹം. അതുകഴിഞ്ഞാൽ ഗർഭപാത്രം നീക്കം ചെയ്യും. മാറ്റിവെച്ച ഗർഭപാത്രത്തെ ഗ്രേസിന്റെ ശരീരം നിരസിക്കുന്നത് ഒഴിവാക്കാൻ കഴിക്കുന്ന പ്രതിരോധ മരുന്നുകൾ അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. 2014-ൽ സ്വീഡനിലാണ് ലോകത്താദ്യമായി ഗർഭപാത്രം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞ് ജനിക്കുന്നത്. അതിനുശേഷം US, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, തുർക്കി എന്നീ രാജ്യങ്ങളിലായി 135 സമാന ശസ്ത്രക്രിയകളിലൂടെ 65 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. സയൻസ് ഡെസ്ക്, ന്യൂസ് മലയാളം.